ഉണ്ടെങ്കിൽ ഈ തിരിച്ചറിവുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഗവൺമെന്റിനെ ശക്തമായി പിന്തുണയ്ക്കേണ്ട സമയമാണ് നമുക്ക് നടക്കുന്നത്. അടുത്തത് ഇന്ത്യയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. ഇന്ത്യയും പിന്നെ നേപ്പാളും ഒന്നും ടാർഗറ്റ് അല്ല ടാർഗറ്റ് ഇന്ത്യ. അതിന് കാരണം അത്രയേ ഉള്ളൂ. അടുത്ത ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന രണ്ട് ശക്തികൾ, ഒന്ന് ഇന്ത്യയും ഒന്ന് ചൈനയാണ്. അമേരിക്കയോട് സൈനികമായിട്ട് ഇന്ത്യയും ചൈനയും മത്സരിച്ചെത്താൻ ഇനിയും ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞ് വരും. പക്ഷേ സാമ്പത്തികമായിട്ട് ഒപ്പം നിൽക്കാൻ പറ്റും. പൊളിറ്റിക്കലി സ്ട്രോങ് ആവുകയും ചെയ്യും. ഇന്ത്യയുടെ വോയിസ് ചിലപ്പോൾ UN എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വളരെ ക്രെഡിബിൾ ആയി മാത്രമല്ല, ഇപ്പം ലോകത്തിൻ്റെ മറ്റു പല സ്ഥലം ഇപ്പം ഹരേ രാമ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ് ഇതൊന്നും മുസ്ലിംസ് അല്ല, ഈ ഹിന്ദുക്കൾ പൈസ കൊടുത്ത് പ്രചരിപ്പിക്കുന്ന മൂവ്മെൻ്റ് അല്ല, പാൽപ്പൊടി കൊടുത്ത് പ്രചരിപ്പിക്കുന്ന മൂവ്മെൻ്റ് അല്ല, ആത്മീയ പ്രസ്ഥാനങ്ങളാണ്. ഇതൊക്കെ യൂറോപ്പിൽ ഭയങ്കര പ്രചാരം കിട്ടുന്നത്, ഇന്ത്യയും യൂറോപ്പിലും അമേരിക്കയിലും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ പലരും ഇതിനെയൊക്കെ ഈ ക്രൈസ്തവരും മുസ്ലിംസും കാണിക്കുന്നത് പോലെയുള്ള ഇവാഞ്ചലി